सहनाववतु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् ततो जयमुदीरयेत्। योगेन चित्तस्य पतेन वाचां मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि पतञ्जलिं प्राञ्जलिरानतोऽस्मि। ॐ शान्ति शान्ति शान्तिः। श्री सद्गुरु महाराज की जय। അവതരണം എന്ന വാക്കിന് അർത്ഥം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, ആർക്കാണ് എന്നുള്ള ഈ അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരിക എന്നുള്ളത്. ഈ പഠിക്കാൻ പോകുന്ന വിഷയം പഠിക്കാൻ ഞാൻ അധികാരിയാണോ, ആദ്യം അത് തിരിച്ചറിയുക. അപ്പോൾ അധികാരി ആരാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രയോജനം ഈ പഠിത്തത്തിൽ നിന്ന് എനിക്ക് ഉണ്ടാകുമോ. ഇപ്പോൾ മറ്റെന്തെങ്കിലും പ്രയോജനം ഉദ്ദേശിച്ച് യോഗസൂത്രം പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ആ പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ യോഗസൂത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ത് എന്ന് പ്രയോജനം അറിയുക. പിന്നെ എന്താണ് വിഷയം? സംബന്ധശ്ച അധികാരി വിഷയം പ്രയോജനം. ഇതാണ് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിഷയമാണ് പഠിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു അവധാരണ, ഇന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ വിഷയവും പഠിക്കുന്ന ഗ്രന്ഥവും പഠിക്കുന്ന പഠിതാവും ആയിട്ടുള്ള ബന്ധം, അതിനെയാണ് സംബന്ധം എന്ന് പറയുക. അപ്പോൾ സംബന്ധശ്ച അധികാരി വിഷയശ്ച പ്രയോജനം, ഇത് നാലിന് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. അപ്പോൾ ആ അനുബന്ധ ചതുഷ്ടയം ബേസ് ചെയ്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവതരണം വരിക. അപ്പോൾ ഇതിൽ ആദ്യം വന്നത് ഈ യോഗശാസ്ത്ര വിഷയം എന്താണ്, അതിന് ശരിയായിട്ടുള്ള യോഗശാസ്ത്ര വിഷയത്തിൻ്റെ സ്വരൂപം ഏതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ
അനേകം തത്വശാസ്ത്രങ്ങൾ, അനേകം ശാസ്ത്രശാഖകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വേദങ്ങളാണ്. അത് കഴിഞ്ഞാൽ വേദങ്ങളെ അനുസരിച്ച് വ്യാഖ്യാനിച്ച് അഭ്യസിക്കാനുള്ള ധർമ്മമാർഗങ്ങൾ പറയുന്ന സ്മൃതികളാണ്. സ്മൃതികൾ കഴിഞ്ഞാൽ സ്മൃതികളെയും വേദങ്ങളുടെയും താത്പര്യം വളരെ സരളമായി നമുക്ക് പറഞ്ഞു തരുന്ന പുരാണങ്ങളാണ്. ഇവ മൂന്നും ചേർന്ന ഒരു സംബന്ധമായിട്ട് ഇതിഹാസങ്ങളും വരും. ഇപ്പം മഹാഭാരതം, രാമായണം പോലുള്ള ഇതിഹാസങ്ങൾ. ഇത് ഒരു വഴിക്ക് ഇത്രയും ശാസ്ത്രങ്ങളായി. മറ്റൊരു വഴിക്ക് ആഗമങ്ങൾ, അതിൽ തന്ത്രശാസ്ത്രങ്ങൾ, വൈഷ്ണവ ആഗമങ്ങൾ, ശൈവ ആഗമങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആ വഴിക്കുണ്ട്. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇവയെല്ലാം ഉപാസനാ സംബന്ധമായ, ദേവതാ ആരാധനാ സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ആഗമശാസ്ത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ദർശനശാസ്ത്രങ്ങൾ. ദർശനശാസ്ത്രങ്ങൾ ദൃശ്യത്തെ അനേന ഇതി ദർശനം എന്നാണ്. ഏതൊന്നിലൂടെ നമുക്ക് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകുമോ, അറിവുണ്ടാകുമോ, അതിനെയാണ് ദർശനമെന്ന് പറയുന്നത്. കാഴ്ചപ്പാടെന്നുള്ളത് ഇവിടെ സാക്ഷാത്കാരം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഏതിലൂടെ നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാവുമോ അത് ദർശനം. അപ്പം അങ്ങനെയുള്ള ദർശനശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ദർശനശാസ്ത്രങ്ങളിലും വേദങ്ങളിലും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. വേദങ്ങളും ദർശനശാസ്ത്രങ്ങളും തമ്മിൽ ചേർത്ത് നോക്കിയാൽ, ഇപ്പോൾ വേദങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ഉപനിഷത്തൊക്കെ ഉൾപ്പെടും. ഉപനിഷത്ത്, ബ്രാഹ്മണ ഭാഗം, അരണ്യഭാഗം, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് വേദം. വേദങ്ങൾ ഋഷിധാരയിൽ പെടുന്നവയാണ്. അതേപോലെ പറയുമ്പോൾ ദർശനശാസ്ത്രങ്ങൾ മുനിധാരയിൽ പെടുന്നതാണ്. ഈ ഋഷിധാര, മുനിധാര, ഇത് രണ്ടിൻ്റെ ഭേദം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സംശയങ്ങൾ തീരും. കാരണം ഈ ഋഷിധാര എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണോ ഋഷികൾ പറഞ്ഞതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ശ്രുതി പരമ്പരയിലൂടെ നമ്മൾ പ്രാപിക്കുന്നത്, അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് അങ്ങനെ തന്നെ അതിൽ ശ്രദ്ധ വച്ച് ഗുരു പറയുന്നതനുസരിച്ച് മുന്നിലേക്ക് പോവുക. എന്തൊക്കെ ആചാരങ്ങളാണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ചോദ്യം ചെയ്യാതെ അതിനനുസരിച്ച് പോവുകയാണ് ഋഷിധാര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ഋഷിധാരയിൽ പെടുന്നതാണ്. അപ്പോൾ ആ മന്ത്രങ്ങൾ എന്താണ് എന്ന് ചോദ്യമില്ല. ആ മന്ത്രങ്ങളുടെ പ്രയോഗം എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതങ്ങനെ തന്നെ അനുസരിച്ച് പോവുക. അപ്പോൾ ഈ കർമ്മകാണ്ഡം എന്ന് നിങ്ങൾ കേട്ടിരിക്കും. യജ്ഞയാഗാദികൾ ചെയ്യുന്നത്, പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്, ഉപാസനകൾ ചെയ്യുന്നത്, ഇതൊക്കെ കർമ്മവും ഉപാസനയായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തത്തിൽ പെടുന്നതാണ്. ഇതിനൊക്കെ മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങൾക്ക് ഋഷികളുണ്ട്, ഛന്ദസ്സുണ്ട്, അതിൻ്റെ പ്രയോഗങ്ങളുണ്ട്. അതെന്താണോ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെ കേട്ട് അതിൻ്റെ സസ്വരം മനസ്സിലാക്കി അർത്ഥത്തോടു കൂടി അറിഞ്ഞ് അതിനെ അങ്ങനെ തന്നെ പ്രയോഗിക്കുക. ഇതാണ് ഋഷിധാരയിലെ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ 1-ാം ക്ലാസ്സിലും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന 1 1 2 എന്ന് പറഞ്ഞാൽ ഈ 1 1 2 എന്തുകൊണ്ടായി? ഈ 1-ന് താഴെ മറ്റൊന്നും ഇല്ലയോ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. അപ്പോൾ ടീച്ചർ 1 1 2 എന്ന് പറഞ്ഞാൽ
അതങ്ങനെ തന്നെ കാണാതെ പഠിക്കുന്നു. 1 1 2, 2 2 4 ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ 1 1 2 ആയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കാറില്ല. അപ്പം അതുപോലെയാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പം ഈ വേദത്തിൽ വരുന്ന ഋഷിധാരയിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ബ്രഹ്മചര്യകാലം തുടങ്ങിയിട്ടാണ്. ബ്രഹ്മചര്യകാലം എന്ന് പറയുമ്പോൾ 8 വയസ്സ് തൊട്ട് ഉള്ള കാലത്തെയാണ് ബ്രഹ്മചര്യകാലം എന്ന് പറയുന്നത്. നമ്മുടെ അധ്യയനം നടക്കുന്ന കാലം. ഇന്നിപ്പോൾ നമ്മൾ കോളേജിൽ വരെ അധ്യയനം ചെയ്യുന്ന ആ കാലഘട്ടത്തെയാണ് ബ്രഹ്മചര്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിങ്ങനെ പഠിച്ചു പോവുക. അപ്പം അതിൽ വരുന്ന ഭാഗങ്ങളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനെ അന്യഥ അത് മറ്റൊരു രീതിയിലാക്കാനും പാടില്ല. എന്താണോ പറഞ്ഞിരിക്കുന്നത്, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതങ്ങനെ തന്നെ ചെയ്യുക. അപ്പോഴതിൻ്റെ ഫലം ഉണ്ടാവും. ഇതാണ് ഋഷിധാരയുടെ വ്യവസ്ഥ. എന്നാൽ മുനിധാരയിൽ വരുമ്പോൾ, ഇപ്പോൾ വേദത്തിൽ തന്നെ മുനിധാരയുടെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. വേദം മുഴുവനായിട്ടും ഋഷിധാരയിലല്ല. ഈ മുനിധാര ഉണ്ടായിരിക്കുന്നതും വേദത്തിൽ തന്നെയാണ്. എന്നുവെച്ചാൽ ദർശനശാസ്ത്രങ്ങളുടെ ഈ മൂലം വേദമാണ്. മുനിധാരയിൽ വരുമ്പോൾ അവിടെ പറയുന്നത് അതുപോലെ കേട്ട് വിശ്വസിച്ച് പോകണമെന്നില്ല. ശ്രദ്ധ മാത്രമല്ല അവിടെ സാധനം. അവിടെ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് അറിയാൻ ശ്രമിക്കുന്നത്, ആ അറിയാൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാം, ചോദിച്ച് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യുക്തിവാദം എന്ന് പറയാം. അപ്പോൾ അവിടെ പറയുന്നതിനെ അതുപോലെ വിശ്വസിപ്പിക്കുക എന്നൊരു വ്യവസ്ഥയില്ല. ഇപ്പോൾ അതിൽ പെടുന്ന വേദത്തിലെ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ബൃഹദാരണ്യ ഉപനിഷത്തിലൊക്കെ വരുന്ന മുനികാണ്ഡം പോലെയുള്ള ഉപനിഷത്തുക്കളുടെ ഒരുപാട് ഭാഗം ഈ മുനിധാരയിൽ വരുന്നതാണ്. മുനിധാരയിൽ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ പറയുമല്ലോ, അന്ധമായി നമ്മൾ ഫോളോ ചെയ്തു എന്ന്. ഈ അന്ധമായി ഫോളോ ചെയ്യുന്നു എന്നുള്ള വ്യവസ്ഥയില്ല. അവിടെ എല്ലാം യുക്തി കൊണ്ട് സമർത്ഥിക്കാം. സിദ്ധാന്തം എന്താണ് പറയുന്നത്, അത് യുക്തിയുക്തം സമർത്ഥിപ്പിക്കപ്പെടുന്നതായിരിക്കണം. അത് പ്രാക്ടിക്കലായിരിക്കണം. അതിന് ഫലമുണ്ടാകണം. ആ വിശേഷ സിദ്ധാന്തം ആരെങ്കിലും സമർത്ഥിക്കുന്നതാണെങ്കിൽ അത് മറ്റൊന്നിൽ നിന്ന് ഭിന്നമാണെന്ന് കാണിക്കാനുള്ള യുക്തികൾ പ്രയോഗിക്കണം. അപ്പോൾ എല്ലാ രീതിയിലും അത് ശരിക്ക് നിസ്സംശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഇതാണ് ദർശനശാസ്ത്രങ്ങൾ. അപ്പോൾ ദർശനശാസ്ത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാം, അവിടെ ഒരു പ്രീ കണ്ടീഷൻഡ് അല്ലെങ്കിൽ മുൻധാരണയോട് കൂടിയിട്ടുള്ള രീതിയല്ല. ഏത് സമയത്തും ഏത് തലത്തിൽ നിന്നും ചോദ്യം വരാം. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം, സമാധാനം ഉണ്ടായിരിക്കണം, അത് പ്രാക്ടിക്കലും ആയിരിക്കണം. ഇതാണ് മുനിധാര. മുനിധാരയിൽ പെടുന്നതാണ് നമ്മുടെ ദർശനശാസ്ത്രങ്ങളൊക്കെയും. അതിൽ ഉപനിഷത്തിൽ കുറേ ഭാഗങ്ങൾ, ഉപനിഷത്തുക്കളിൽ ചില ഉപനിഷത്തുക്കളിൽ മുനിധാരയുടെ ഭാഗവും ഋഷിധാരയുടെ ഭാഗവും രണ്ടും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തൈത്തരീയ ഉപനിഷത്തിൽ കുറച്ച് കർമ്മഭാഗമുണ്ട്, അത് ഋഷിധാരയുടെയാണ്. കുറച്ച് മുനിധാരയുടെയാണ്. ഇപ്പോൾ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ വരുന്ന ഭാഗങ്ങൾ മുനിധാരയുടെയാണ്. അതുപോലെ ഐതരേയ ഉപനിഷത്തിലും കോയം ആത്മേതി ഉപാസ്മഹേ എന്ന് പറഞ്ഞ വാക്യങ്ങളൊക്കെ മുനിധാരയിൽ പെടുന്നതാണ്. അപ്പോൾ അത് ചേർന്ന് കിടക്കുന്നു. അതുപോലെ വേദത്തിൻ്റെ സംഹിതാഭാഗത്തും ചില സ്ഥലങ്ങളിൽ മുനിധാരയുടെ അംശം കിട്ടും. അപ്പോൾ അതിൽ നിന്നാണ്, ആ ചോദ്യത്തിൽ നിന്നാണ് ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെ പ്രവർത്തിച്ചു, എന്താണ് എന്നുള്ള ആ ചോദ്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ മുനിധാരയിൽ പെടുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാം, അത് ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താം. നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇത് അഭ്യസിക്കാം. ഒരു അഭ്യസിച്ച ഗുരുവിൻ്റെ കീഴിൽ എപ്പോഴും അഭ്യസിക്കണമെന്നുള്ളത് വേണ്ടതാണ്. പക്ഷേ അതിന് നമ്മുടേതായൊരു വ്യവസ്ഥ കൽപ്പിക്കാം. അതിന് ഫ്രീഡമുണ്ട് ദർശനശാസ്ത്രങ്ങളിൽ. കാരണം ദർശനശാസ്ത്രങ്ങളുടെ ഒരു വളർച്ച തന്നെ അങ്ങനെ ഉണ്ടായിട്ടാണ്. അതായത് അതത് കാലങ്ങളിൽ അഭ്യസിച്ചവരുടെ അനുഭവങ്ങളും ഇതിനോട് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്.
ദർശനശാസ്ത്രങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇത് രണ്ടും വ്യക്തമായാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളുടെ രണ്ട് വഴികൾ എന്താണെന്ന് വ്യക്തമാവും. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക.